ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ അഡൽസിൻ്റെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹൈനെക്ക് ആയിട്ടുള്ള യോക്ക് പ്ലീറ്റഡ് എ ലൈൻ കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം സൈസാണ്. ഞാൻ ഓൾറെഡി ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ബേസ് ലൈൻസ് കൊടുക്കുന്നില്ല, കാരണം പാറ്റേൺ പേപ്പറിൻ്റെ രണ്ട് സൈഡും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ബേസ് ലൈൻസ് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന പാറ്റേൺ പേപ്പർ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഒരു ബേസ് ലൈൻ വരച്ചിട്ട് അവിടുന്ന് മാർക്കിങ്സ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന ഷോൾഡർ പോയിന്റ് എന്ന് പറയുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് 6.25 ഇഞ്ചാണ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് സ്ലീവ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് 7.25 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 7.25 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോൾ ഡെപ്ത് ആക്കി വരയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകും, പിന്നെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പിന് വേണ്ടി എടുക്കും അല്ലേ. അപ്പോൾ തന്നെ അതിൽ നിന്ന് 1 ഇഞ്ച് കുറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ഞാനൊരു 3/4 ഇഞ്ച് ഈ 7.25 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ കൂട്ടി ടോട്ടലി 8 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ ഡെപ്ത് ആക്കി വരയ്ക്കുന്നത്. ഈ 3/4 ഇഞ്ച് കൂട്ടുക എന്നൊന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. അത് നമ്മൾ അസ്യൂം ചെയ്തൊന്ന് വരച്ചു നോക്കുവാണ്. പിന്നീട് നമ്മൾ ആം റൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത് ഫൈനൽ ആക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പിനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിനും, അങ്ങനെ മൊത്തം 1 ഇഞ്ച് നമ്മൾ ആ ഒരു ആം ഹോൾ ഡെപ്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആം ഹോൾ ഡെപ്തിന് താഴെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ. അവിടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് റൗണ്ട് ആയിട്ട് എടുത്തിരിക്കുന്നത് 34.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.6 ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ലൂസിങ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഒത്തിരി ലൂസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ലൂസ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് ലൂസ് എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് കംഫർട്ട് ഫിറ്റ് ആണ്. അതല്ല നിങ്ങൾക്ക് ഇതിലും ടൈറ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ഇഞ്ച് ലൂസ് ആയാലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ആം റൗണ്ടിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് അകത്തോട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മാർക്ക് ചെയ്ത 3 പോയിന്റ്സും നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ആ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും നമ്മുടെ ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും പിന്നെ 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റും, ഈ 3 പോയിന്റ് കണക്ട് ചെയ്ത് നമ്മൾ ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആം റൗണ്ട് ഷേപ്പ് ചെയ്തവിടം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ആം റൗണ്ട് കിട്ടേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി നമുക്ക് 8 ഇഞ്ച് കിട്ടണം. ആ 8 ഇഞ്ച് ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. 8 ഇഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന ബ്രസ്റ്റ് ലെങ്ത് ആണ്. എനിക്ക് ബ്രസ്റ്റ് ലെങ്ത് കിട്ടിയിരിക്കുന്ന 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടെ കൂട്ടി ടോട്ടൽ 11 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റ് ലെങ്ത് 15.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 16 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് കൂട്ടുന്ന നമുക്ക് ഷോൾഡർ തയ്ച്ചു പോകുമ്പോൾ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് ഒന്ന് കൂട്ടി കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ലെങ്ത് എടുക്കുക. ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 20 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 20.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. എനിക്കിവിടെ ബ്രസ്റ്റ് റൗണ്ട് വരുന്നത് 37 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കൊരു 9.25 ഇഞ്ചൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെയും 4/1 മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 32.5 ഇഞ്ചാണ്. അതായത് 8.1 ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത്. 8.1 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 8 തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഹിപ്പ് റൗണ്ട് ആണ്. ഹിപ്പ് റൗണ്ട് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 35.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 8.8 ആണ്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക, പിന്നെ 1 ഇഞ്ച് നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ്, അതായത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത പോയിന്റ്സും ലൂസ് മാർക്ക് ചെയ്ത പോയിന്റ്സും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ലൈൻസ് വരയ്ക്കുക കേട്ടോ. നമ്മളിവിടെ ഫുൾ ലെങ്ത് ഞാൻ പാറ്റേൺ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നില്ല. അത് നമുക്ക് ക്ലോത്തിൽ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. കാരണം നമ്മളിവിടെ ഫുൾ ലെങ്ത് 48 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്തിൽ പാറ്റേൺ പേപ്പർ എടുക്കാനില്ലാത്തതുകൊണ്ട് ഫുൾ ലെങ്ത് നമുക്ക് ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ കാണിക്കാം. ഇനി നമുക്കിതിന് ഫ്ലെയറിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഹിപ്പ് ലൈനിന് പാരലായിട്ട് തന്നെ താഴത്തോട്ട് വരയ്ക്കാം. അതല്ല കുറച്ചും കൂടെ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് സ്കെയിൽ ഒന്ന് നീക്കി വെച്ചിട്ട് താഴത്തോട്ട് വരയ്ക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് പോയിന്റിൽ ആ ഒരു സ്കെയിൽ ഫിക്സ് ആക്കി വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഡാട്ട് ഇടണം. ഡാട്ട് എന്ന് പറയുന്നത് നമ്മൾ എ ലൈനിന് അങ്ങനെ ഇടത്തില്ല, ഇടണമെന്നുള്ളവർക്ക് ഇടാട്ടോ, അതാകുമ്പോൾ കുറച്ചും കൂടെ ഷേപ്പായിട്ട് ബാക്കിൽ നിൽക്കും. അപ്പോൾ ഡാട്ട് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 10 ആണ്. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്കിവിടെ 34.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ 10 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 3.45 ആണ് വരുന്നത് കേട്ടോ. 3.45നെ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് 3.5 ആക്കിയും എടുക്കാം. അപ്പോൾ ഡാട്ട് നമ്മൾ വരയ്ക്കുന്നത് നമ്മുടെ വേസ്റ്റ് ലൈനിലാണ്. ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് 3.5 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ മാർക്ക് ചെയ്തു. അതേ 3.5 ഇഞ്ച് നമ്മൾ ബ്രസ്റ്റ് ലൈനിലും മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ലൈനിലും മാർക്ക് ചെയ്തു കേട്ടോ. കാരണം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ബ്രസ്റ്റ് ലൈനിന് മുകളിലോട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ അവിടെ കിളന്നിരിക്കാതെയൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഡാർട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് കയറി നിർത്തുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഞാൻ ഇതേപോലെ ഒരു വരച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ഡാട്ടാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിൻ്റെ ഡാട്ട് എന്ന് പറയുമ്പോൾ 2 വശത്തോട്ടും 1/4 ഇഞ്ച് വീതമായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ 1/2 ഇഞ്ച് ഡാട്ട് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കുള്ള വേസ്റ്റ് റൗണ്ടിൽ നിന്നാണ് ഈ 1/2 ഇഞ്ച് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് അഡീഷണൽ ആ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഡാട്ട് പോയിന്റ്സ് എല്ലാം തമ്മിലൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് 1 ഇഞ്ച് ഡാട്ടാണ് വേണ്ടതെങ്കിൽ 2 സൈഡും 1/2 ഇഞ്ച് വീതമായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ വേസ്റ്റ് ലൈനിൻ്റെ സൈഡിലോട്ട് നമ്മൾ 1 ഇഞ്ച് അഡീഷണൽ ആഡ് ഓൺ ചെയ്യണം. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ഡാട്ട് കൊടുത്തത് കൊണ്ട് തന്നെ വേസ്റ്റ് ലൈനിൻ്റെ അങ്ങോട്ടേക്ക് എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്യുക കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് നമ്മുടെ ബ്രസ്റ്റ് ലൈനിൻ്റെ പോയിന്റും ഹിപ്പ് ലൈനിൻ്റെ പോയിന്റും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഡാട്ട് നമ്മൾ ബാക്ക് പാറ്റേണിലാണ് വരയ്ക്കുന്നത്. ഫ്രണ്ടിൽ ഡാട്ട് കൊടുക്കുന്നില്ല, കാരണം ഇതൊരു യോക്ക് പ്ലീറ്റഡ് കുർത്തിയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഡാട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പാറ്റേൺ ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇനി ആ ഓരോ ജോയിൻസും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കൂർത്താണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഒരിക്കലും കൂർപ്പിച്ച് വെച്ച് കട്ട് ചെയ്യാറില്ല. നമ്മൾ അവിടെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം, ഒന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് പോയിന്റിൻ്റെ അവിടെയും അതേപോലെ തന്നെ നമ്മുടെ ഒരു വേസ്റ്റ് പോയിന്റിൻ്റെ അവിടെയും പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം നമ്മളൊന്ന് ചെറിയൊരു കേവ് പോലെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കേവ് പോലെ കൊടുക്കുക. അതായത് കേവ് കൊടുക്കുന്ന നമ്മൾ അറിയരുത്, അതേ രീതിയിൽ നല്ല ബ്ലെൻഡ് ചെയ്ത് തന്നെ പോകണം. ഞാനത് ഡാർക്ക് പെൻ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലൈൻ നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു എ ലൈൻ ഡ്രസ്സൊക്കെ നമ്മൾ തയ്ച്ച് താഴത്തോട്ട് തയ്ച്ച് വരും തോറും നമ്മൾ അതിൻ്റെ തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരിക, ഒരു 1/2 ഇഞ്ചിലോട്ടാക്കി കൊണ്ടുവരിക കേട്ടോ. നമ്മൾ ഈ ഒരു ഹിപ്പ് ലൈൻ്റെ അവിടം വരെ 1 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനുശേഷം ഫ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് 1/2 ഇഞ്ചിൽ തയ്ച്ചു വരുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൂസിങ് അവിടെ കിട്ടുമല്ലോ. ഇത് ഞാൻ ആ തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് ആം റൗണ്ട് നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു കേവിങ് വരുന്ന ഭാഗം കണ്ടോ, ബാക്ക് ആം റൗണ്ട് ഷേപ്പ് ചെയ്തെടുത്ത് കേവിങ് വരുന്ന ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കുഴിച്ചെടുക്കുക കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലായിരിക്കണം നമ്മൾ ഈ ആം റൗണ്ട് എല്ലാം ഷേപ്പ് ചെയ്ത് വന്ന് നിർത്തേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതൊരു ഹൈനെക്ക് കുർത്തിയല്ലേ, അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ മെഷർ ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമ്മുടെ 2 ഷോൾഡർ ലൈനും സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 3 ഇഞ്ചാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ 1/4 ഇഞ്ചിൽ തയ്യൽ തുമ്പിൽ തയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 2.25 മാർക്ക് ചെയ്യുന്നത് കേട്ടോ. തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് 3 ഇഞ്ചിലോട്ടാകും. പിന്നെ കഴുത്ത് ഇറക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ തൊട്ട് നമ്മുടെ ആ ഒരു തൊണ്ടക്കുഴി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതും 3 ഇഞ്ചാണ്. പക്ഷേ 1/4 ഇഞ്ചിൽ തയ്ക്കുന്നതുകൊണ്ട് ഞാനൊരു 1/4 ഇഞ്ചും കൂടെ കൂട്ടി ടോട്ടൽ 3.25 ഇഞ്ചായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എങ്കിലേ നമുക്ക് തയ്ച്ചു വന്ന് ഷോൾഡർ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് 3 ഇഞ്ചിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഇനിയിപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് എടുക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും കൂട്ടണ്ട.
ഇനി നമ്മൾ നമ്മൾ ഓൾറെഡി 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. 1/2 ഇഞ്ച് സ്ലോപ്പിനും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും. അതാണ് ഞാനിവിടെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഈ കാണിക്കുന്ന ഒരു ഡയഗണൽ ലൈൻസ് കാണിക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ആം റൗണ്ട് വരച്ചു, ബാക്ക് ആം റൗണ്ട് വരച്ചു, നമ്മുടെ ചെസ്റ്റ് ലൈൻ, ബ്രസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ, ഹിപ്പ് ലൈൻ അതെല്ലാം നമ്മൾ പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ്ങിലോട്ട് ട്രേസ് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ ആദ്യം ബാക്ക് പാറ്റേൺ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നത് ഫുൾ ലെങ്ത് ആണ്. നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 48 ഇഞ്ചാണ് കേട്ടോ. ലൈനിങ്ങിൽ ഞാൻ 48 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ തയ്യൽ തുമ്പൊന്നും കൊടുക്കുന്നില്ല. കാരണം മെയിൻ ക്ലോത്തിനെക്കാട്ടിലും ലൈനിങ് ഇച്ചിരി കുറഞ്ഞ് നിൽക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് 48 തന്നെ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫുൾ ലെങ്ത് വരച്ചതിന് ശേഷം ഞാൻ മുകളിലോട്ട് ഒരു 2 ഇഞ്ച് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ഹൈനെക്ക് കുർത്തിയാണല്ലേ. അപ്പോൾ ഹൈനെക്ക് കുർത്തി അല്ലെങ്കിൽ കോളർ കുർത്തിക്കൊക്കെ നമുക്ക് ബാക്ക് ഷോൾഡർ ഫ്രണ്ട് ഷോൾഡറിനെക്കാട്ടിലും 1/2 ഇഞ്ച് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു 2 ഇഞ്ച് അഡീഷണൽ മാറ്റിയിട്ടിട്ട് ഫുൾ ലെങ്ത് വരച്ചത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബാക്ക് പാറ്റേൺ ഇതിലോട്ട് ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഷോൾഡർ പോയിന്റ് നമ്മൾ ആ ഒരു 2 ഇഞ്ച് താത്തി വരച്ച ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് പാറ്റേൺ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഇതേപോലെ ഇച്ചിരി ഒന്ന് ചരിച്ച് വെക്കുക കേട്ടോ. കാരണം ബാക്കിൽ ഓപ്പണിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്ലോത്ത് വെച്ച് തയ്ച്ച് തിരിച്ചിടുവാണ്. അപ്പോൾ അവിടെ ഇച്ചിരി തയ്യൽ തുമ്പ് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കൊടുത്താൽ മതി. ഒരു 1/4 ഇഞ്ച് ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു കഴുത്തിൻ്റെ താഴത്തോട്ടുള്ള ഒരു ഇച്ചിരി പോർഷൻ മാത്രമേ ചരിക്കാവുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് ലെവൽ ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ബ്രസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഒരുമിച്ച് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു 2 ഇഞ്ച് താത്തി വരച്ച ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലോട്ട് ഞാനൊരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഹൈനെക്ക് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ബാക്ക് ഷോൾഡർ ഫ്രണ്ടിനെക്കാട്ടിലും 1/2 ഇഞ്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഷോൾഡർ പോയിന്റ് മുകളിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പം ആ ഒരു ലൈൻ്റെ വീതി എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണല്ലേ. അപ്പം അതിൽ നമ്മൾ രണ്ടാമത് വരച്ച ലൈൻ നമ്മുടെ മുകളിലത്തെ വരച്ച ലൈനിലോട്ട് ഇതേപോലെ ക്രോസ് ചെയ്ത് നമ്മൾ വരയ്ക്കുക. വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് ഓൾറെഡി ബാക്കിലെ ഷോൾഡർ എന്ന് പറയുന്നത് ഫ്രണ്ട് പാറ്റേണിൻ്റെ ഷോൾഡറിനെക്കാട്ടിലും 1/2 ഇഞ്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചായിരുന്നു. അതിന് മുകളിലോട്ട് 1/2 ഇഞ്ചിൽ വീണ്ടും ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാറ്റേൺ അതായത് ബാക്ക് പാറ്റേണിൻ്റെ ഷോൾഡർ പോയിന്റ്സ് നമ്മൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതിനുശേഷം നമ്മുടെ താഴത്തെ ലൈൻ മുകളിലത്തെ ലൈനിലോട്ട് ഓപ്പോസിറ്റ് ഡയഗണലായിട്ടൊന്ന് ചരിച്ച് വരച്ചു. ഇനി നമ്മൾ ബാക്കിൽ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ 1 ഇഞ്ചാണ് മൊത്തത്തിൽ കൊടുക്കുന്നത്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകും. ബാക്കി 1/2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ചെറിയൊരു കേർവ് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകുന്ന ലൈനാണ്. അവിടം വരെ സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നീട് നമ്മൾ കേർവിങ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ പാറ്റേൺ പേപ്പറിലുള്ള ഫ്ലെയറിങ് പോലെ ലൈനിങ്ങിൽ വെച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നില്ല. കാരണം താഴത്തോട്ട് വേറെ പീസസ് ജോയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഇഞ്ച് ഇച്ചിരി ഒന്ന് കുറച്ചിട്ടാണ് ആ ഒരു ഫ്ലെയർ ഒന്ന് റീഡ്രോ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഫ്ലെയർ കുറയ്ക്കാൻ നേരത്ത് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 ആ ഒരു ഹിപ്പ് ലൈൻ്റെ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ടേ നമ്മൾ കുറയ്ക്കാവുള്ളൂ കേട്ടോ. ആ ഒരു ഫ്ലെയറിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ്സ് ലൂസ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പം ജോയിൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈനിങ്ങിൽ ജോയിൻസ് വരും. അപ്പോൾ ക്ലോത്ത് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഡാട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാറ്റേൺ പേപ്പർ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ട്രേസിങ് വീല് വെച്ചിട്ടാണ് ഡാട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പാറ്റേൺ പേപ്പർ വെക്കുമ്പോൾ എല്ലാ ലെവൽസും കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷമേ നമ്മൾ ട്രേസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഡാട്ടിൻ്റെ പൊസിഷനൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഇതേപോലെ ട്രേസിങ് വീല് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലൈനിങ്ങിൻ്റെ 2 വശത്തും നമുക്ക് ആ ഒരു ലൈൻ തെളിഞ്ഞ് കിട്ടും. അതാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് തയ്ക്കാൻ നേരത്ത് എളുപ്പമായിട്ട് വരും കേട്ടോ. നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാകും, ചെറുതായിട്ടൊരു ലൈൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ചോക്ക് വെച്ച് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഡാട്ട് വരയ്ക്കുമ്പോഴും
നമ്മൾ 1/4 ഇഞ്ച് നീക്കി വരയ്ക്കുന്ന 2 പോയിന്റ്സ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഇച്ചിരി കൂർത്തായിരിക്കും നിൽക്കുന്നത് അല്ലേ. ആ ഒരു പോയിന്റ്സും ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരിക്കലും കൂർപ്പിച്ച് വെച്ച് തയ്ക്കരുത്. ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരയ്ക്കുക, ഇച്ചിരി ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ട്രേസിംഗ് വീല് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലും കൂടി ആ ഒരു പാട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ട്രേസിംഗ് വീലിൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തല്ലോ, അതും കൂടെ ഞാനൊന്ന് ട്രേസിംഗ് വീലിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ അതിൻ്റെ പുറകുവശത്തും ആ ഒരു പാട് നമുക്ക് തെളിഞ്ഞു നിൽക്കും. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടെ ഞാനൊന്ന് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ താഴ്ഭാഗത്ത് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ഇഞ്ച് നീക്കി ഒന്ന് കർവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പാറ്റേൺ മെയിൻ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വേണ്ടത് 48 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാൻ 49 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് നമ്മുടെ മെയിൻ ക്ലോത്തിന് പുറത്തോട്ട് വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് മെയിൻ ക്ലോത്തിൽ ഡാട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലൈനിങ്ങിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിൽ പിന്നെ നമ്മൾ ഫ്ലെയറിങ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാറ്റേൺ പേപ്പറിൽ എത്രയാണോ ഫ്ലെയറിങ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ മെയിൻ ക്ലോത്തിലോട്ടും ട്രേസ് ചെയ്യുന്നത് കേട്ടോ. ലൈനിങ്ങിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈനിങ്ങിൽ അത്രയും ഫ്ലെയറിങ് കൊടുക്കാൻ കിട്ടത്തില്ലായിരുന്നു, അല്ലെങ്കിൽ തുണി സൈഡിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 ഇഞ്ച് ലൈനിങ്ങിൽ കുറച്ച് ഫ്ലെയർ എടുത്തത്. പക്ഷെ മെയിൻ ക്ലോത്തിൽ നമ്മൾ എത്രയാണോ ഫ്ലെയർ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെ കൊടുക്കുക, കാരണം അതിനുള്ള തുണി എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കർവിങ്ങും നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാറ്റേണിൽ. ഇനി നമുക്ക് ഫ്രണ്ട് പാറ്റേൺ ആണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് പാറ്റേണിൽ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണല്ലോ, അതായത് നമുക്കൊരു യോക്ക് പാർട്ടും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ താഴത്തോട്ട് ഫ്ലെയർ ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ട വേറൊരു പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ആ താഴത്തോട്ടുള്ള പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഞാൻ ലൈനിങ്ങിൽ 38 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് 48 ആണ്. അതിൽ നമ്മൾ ബ്രസ്റ്റ് ലെങ്ത് വരെയാണ് യോക്ക് പാർട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അത് നമ്മൾ 48 നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് 37.5 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ബ്രസ്റ്റിൽ പീസ് ജോയിൻ ചെയ്യാൻ തയ്യൽ തുമ്പ് വേണം അല്ലേ, അതിന് 1/2 ഇഞ്ചും കൂടെ കൂട്ടി അങ്ങനെയാണ് ഞാൻ 38 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. ലൈനിങ് എല്ലാം ഞാൻ കറക്റ്റ് ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നില്ല, മെയിൻ ക്ലോത്തിന് മാത്രമേ തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പീസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാറ്റേണിൽ ബ്രസ്റ്റ് ലൈൻ വരെയുള്ള പോർഷൻ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. അത് നമ്മൾ വേറൊരു ക്ലോത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് താഴത്തോട്ടുള്ള സ്കേർട്ട് പാർട്ടാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ള പോർഷൻ എല്ലാം നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ട്രേസ് ചെയ്യാൻ നേരം നമ്മൾ ഈ ഒരു ഡാട്ട് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് പാറ്റേണിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഫ്രണ്ട് പാറ്റേണിൽ കൊടുക്കുന്നില്ല അല്ലേ. അപ്പം നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് അഡീഷണൽ വേസ്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറിജിനലായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു വേസ്റ്റിൻ്റെ ലൈനില്ലേ, ഞാൻ ഈ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നതാണ്, അതിൽ കൂടിയാണ് ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ താഴത്തോട്ട് ഫ്ലെയറിങ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പാറ്റേണിൽ കാണുന്ന അത്രയും ഫ്ലെയറിങ് നമുക്ക് ലൈനിങ്ങിൽ കൊടുക്കാനില്ല. അപ്പം നമ്മൾ ബാക്ക് പാറ്റേണിൽ ഫ്ലെയറിങ് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വേസ്റ്റ് പോയിന്റിൻ്റെ അവിടെ സ്കെയിൽ ഫിക്സ് ആക്കി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഫ്ലെയറിങ് എടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഈ ലൈനിങ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിനി ഈ ഫ്രണ്ട് പാർട്ട് നമ്മൾ മെയിൻ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യണം. അപ്പം അന്നേരം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതേപോലെ 2ആയിട്ട് മടക്കിയിടുക, ലൈനിങ്ങും 2ആയിട്ട് മടക്കിയിടുക. മെയിൻ ക്ലോത്തിൻ്റെയും നമ്മുടെ ലൈനിങ്ങിൻ്റെയും ഓപ്പണിംഗ് വരുന്ന ഭാഗം രണ്ടും ഒരേപോലെ മുട്ടി നിൽക്കുക. അതായത് ആ ഒരു ഫ്ലെയറിങ്ങിൻ്റെ ആ ഒരു അറ്റത്ത് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുട്ടി വെക്കുക രണ്ടും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഫോൾഡിങ് ഭാഗം ഉണ്ടല്ലോ, അതായത് ഇതിപ്പോൾ ഓപ്പണിംഗ് സൈഡാണ്, അതല്ലാണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ ഒരു പോർഷൻ, ഈ ഫോൾഡിംഗ് ഭാഗത്ത് നമുക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.25 ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് ആകുമ്പോഴത്തേക്കും മൊത്തം 8.5 ഇഞ്ചായിരിക്കും നമുക്ക് പ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഞാൻ ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡ് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിനി നല്ല ഫ്ലെയറിങ് വേണമെങ്കിൽ ഇതേപോലെ ലൈനിങ് കുറച്ചും കൂടെ നീക്കി വെക്കുക. അങ്ങനെ നീക്കി വെക്കുമ്പോഴത്തേക്കും താഴത്തോട്ട് ഫ്ലെയർ വരുന്ന ഭാഗത്ത് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ മെയിൻ ക്ലോത്തിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 38.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം 48 നിന്ന് 10.5 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 37.5 ആണ്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്.
അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ സ്കേർട്ട് പാർട്ടെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, സൈഡും കർവ് ചെയ്തു. ഇനി നമുക്ക് മുകളിലത്തെ പോർഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ബ്രസ്റ്റ് ലൈൻ വരുന്ന ഭാഗം പാറ്റേൺ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടല്ലേ, അപ്പം നമുക്ക് ഫ്രണ്ട് ആം റൗണ്ടിൻ്റെ ആ പോർഷനും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ലൈനിങ്ങിൽ ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ ട്രേസ് ചെയ്യേണ്ട, ജസ്റ്റ് മെയിൻ ക്ലോത്തിലോട്ട് ഈ ലൈനിങ് വെച്ച് കഴുത്ത് 1/4 ഇഞ്ചിൽ തയ്ച്ചിട്ട് നമ്മൾ മറിച്ചിടുവാണ്. മറിച്ചിട്ടിട്ടാണ് മെയിൻ ക്ലോത്തിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്. സ്റ്റിച്ചിങ് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പം ഈ ഒരു പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.